പാലിയക്കരയിൽ ആക്രിക്കാരനായ വയോധികൻ കൊല്ലപ്പെട്ട കേസിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി പ്രഭാകരനാണ് അറസ്റ്റിലായത്. പാലിയക്കര മേൽപ്പാലത്തിനു താഴെ 70-കാരനായ പണ്ടാരവറമ്പിൽ ചന്ദ്രൻ കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ 14-ന് ചൊവ്വാഴ്ച രാവിലെയാണ് പാലിയക്കര മേൽപ്പാലത്തിനു താഴെ ചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത്. മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സ്ഥലത്തെത്തിയ പുതുക്കാട് പോലീസ്, സയന്റിഫിക് ഓഫീസർ, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവർ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിരുന്നു. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയതോടെ സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായി. തലവണിക്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചന്ദ്രൻ ആക്രി വിറ്റ് ജീവിക്കുന്നയാളാണ്. കുടുംബത്തെ ഉപേക്ഷിച്ച ഇയാൾ വർഷങ്ങളായി പാലിയക്കര മേൽപ്പാലത്തിന് താഴെയാണ് കഴിഞ്ഞിരുന്നത്. ആക്രിക്കാരനായ പ്രതിയും ഇയാൾക്കൊപ്പമായിരുന്നു. 13-ന് തിങ്കളാഴ്ച ഇരുവരും മേൽപ്പാലത്തിനടുത്തുള്ള ഷാപ്പിലെത്തി കള്ളുകുടിച്ചു. തുടർന്ന് ഇരുവരും പാലത്തിനടിയിൽ വെച്ച് മദ്യപിക്കുകയും ചെയ്തു. ഇതിനിടയിലുണ്ടായ തർക്കത്തിലാണ് കൊലപാതകം നടന്നത്. അമ്മയെ അസഭ്യം പറഞ്ഞെന്നാരോപിച്ച പ്രതി വയോധികനെ ആക്രമിച്ചു. കരിങ്കല്ലും കോൺക്രീറ്റ് കഷ്ണങ്ങളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കൊലപാതകത്തിന് പിന്നാലെ രക്ഷപ്പെട്ടെങ്കിലും കാൽമുട്ടിന് താഴെ മുറിവ് കെട്ടിവെച്ച നിലയിലുള്ള പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. ഇതിനിടെ കുട്ടനെല്ലൂരിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിച്ചിരുന്ന പ്രതിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രഭാകരൻ തമിഴ്നാട് ധർമ്മപുരി പൊന്നകരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാളെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും മറ്റൊരാളെ ആയുധവുമായി ആക്രമിച്ച കേസിലും പ്രതിയാണ്. പുതുക്കാട് SHO ആദം ഖാൻ, SIമാരായ ഋഷി പ്രസാദ്, പാട്രിക്, മറ്റുദ്യോഗസ്ഥരായ ലിയാസ്, ജോബി, ദീപക്, ഷിനോജ, അരുൺ, മനീഷ്, ഫൈസൽ, യദുകൃഷ്ണൻ, ജിൻഡോ, ഷെയ്ഖ് ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു.